വീക്കിലി ഒരു തവണയെങ്കിലും ചെയ്യുന്ന ഒരു ഹെയർ പാക്കിൻ്റെയും ഫേസ് പാക്കിൻ്റെയും വീഡിയോ ആണ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോണത്. സീരിയസ്ലി ഗൈസ്, നമ്മൾ ഒരു തവണയെങ്കിലും ചെയ്താൽ നല്ല റിസൾട്ടായിരിക്കും. അമേസിങ് റിസൾട്ടാണ്. നിങ്ങൾക്ക് ഡ്രൈ സ്കാൽപ്പും ഇച്ചിങ്ങും എല്ലാം മാറും. ഫേസും അടിപൊളിയായിട്ട് ക്ലീനും ആവുന്ന ഒരു ഫേസ് പാക്കും ഒരു ഹെയർ കെയർ റെമഡിയാണ് ഞാനിന്ന് ചെയ്യണത്. ഇത് ഞാൻ വീക്കിലി ഒരു തവണയെങ്കിലും ചെയ്യുന്നതാണ്. നിങ്ങൾക്കും നല്ല റിസൾട്ട് കിട്ടും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് കോഫി പൗഡർ, മഞ്ഞൾ, കസ്തൂരി മഞ്ഞൾ പൊടി, പിന്നെ ഞാൻ ബേസായിട്ട് ചേർക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് മാറ്റും കേട്ടോ. ഇന്ന് നമ്മൾ ചേർത്തിരിക്കുന്ന അരിപ്പൊടിയാണ്. ചില സമയത്ത് ഞാൻ കടലമാവ് ചേർക്കാറുണ്ട്, പയറുപൊടി ചേർക്കാറുണ്ട്. അങ്ങനെ മാറ്റി മാറ്റി യൂസ് ചെയ്യും കേട്ടോ. ഒരു ദിവസമെങ്കിലും, അതായത് വീക്കിലി ഒരു തവണയെങ്കിലും ചെയ്താൽ അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് പാലും കൂടി ആഡ് ചെയ്ത് മിക്സ് കുറച്ച് താഴെ പോയിട്ടുണ്ട്. ഞാൻ വീക്കിലി എന്തായാലും ഒരു തവണ ചെയ്യുന്ന ഒരു റെമഡിയാണ് കേട്ടോ ഈ രണ്ടും. ട്രസ്റ്റ് മീ, നല്ല റിസൾട്ട് കിട്ടും. നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യണം. നമ്മൾ ഫേസ് പാക്ക് ഇടുന്നതിന് മുന്നായിട്ട് എന്തായാലും മസ്റ്റായിട്ട് ഫേസ് ക്ലിയർ ചെയ്തിരിക്കണം. നിങ്ങൾ മേക്കപ്പൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ക്ലെൻസിങ് ചെയ്യണം. ഡബിൾ ക്ലെൻസിങ് തന്നെ ചെയ്യണം, ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പണി കിട്ടും കേട്ടോ. നിങ്ങൾ ഒത്തിരി നാളായി ഫേസിൽ എന്തെങ്കിലും പാക്ക് ഇട്ടിട്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒന്ന് ആവി പിടിച്ചിട്ടൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ. അപ്പോൾ പോഴ്സൊക്കെ ഓപ്പൺ ആവും. നന്നായിട്ട് നമ്മുടെ ഫേസ് ക്ലെൻസിങ് ചെയ്യാനും നന്നായിട്ട് ഇതിൻ്റെ റിസൾട്ട് കിട്ടാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മസാജ് ചെയ്യുക. അപ്പം നമ്മുടെ നോസിൻ്റെ സൈഡിൽ, എറൗണ്ട് ദ മൗത്ത് ഏരിയ, നമ്മുടെ നെക്കിൻ്റെ സൈഡിൽ, പിന്നെ നമ്മുടെ ഫോർഹെഡ് അവിടെയൊക്കെ ആയിരിക്കും ഈ തരിതരി പോലത്തുള്ള കുരുക്കൾ കാണും. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ജെൻറ്റിൽ ഒരു മസാജ് കൊടുക്കാം. കാരണം നമ്മളിവിടെ അരിപ്പൊടിയെല്ലാം എടുത്തിരിക്കുന്നത്. അപ്പോൾ അരിപ്പൊടി നന്നായിട്ട് നമുക്ക് സ്ക്രബിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ പിമ്പിൾസ് ഉള്ളവരാണെങ്കിൽ സ്ക്രബ് ചെയ്യാനേ പോണ്ട. അത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം, സ്കിന്നിന് എന്തെങ്കിലും അലർജിയോ പ്രോബ്ലംസോ ഒക്കെ ഉണ്ട് എന്ന് നമുക്ക് തന്നെ അറിയാമായിരിക്കുമല്ലോ. നമ്മുടെ സ്കിൻ ഏത് തരത്തിലുള്ളതാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ ഏത് പാക്ക് ഇടുന്നതിന് മുന്നായിട്ട് ഒരു പാച്ച് ടെസ്റ്റ് എന്തായാലും ചെയ്തിരിക്കണം. ഞാൻ ഷെയർ ചെയ്യണ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. എനിക്ക് 100% വർക്കായ ഒരു ഫേസ് പാക്കാണിത്. അവിടെ സ്കിന്ന് വ്യത്യസ്തമായിരിക്കും. മിക്കവാറും ഒരു 100-90 പേർക്കും എനിക്ക് തോന്നുന്നു ഇത് നല്ല ഒരു ഫേസ് പാക്ക് ആയിരിക്കും എന്ന്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളവരാണെങ്കിൽ ഒന്ന് നോക്കിയിട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഞാനിത് ഒരു സ്ക്രബിങ്ങോ ഒന്നും ചെയ്യുന്നില്ല. ഇത് പെട്ടെന്ന് അങ്ങ് ഇറുകും കേട്ടോ. മീൻസ് ഇത് നമ്മൾ അരിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ച് ഡ്രൈ ആവും. അപ്പം വേണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നിങ്ങൾക്ക് കുറച്ച് വെള്ളം നനച്ചു കൊടുക്കാം. ഭയങ്കര ഡ്രൈ ആകാൻ വേണ്ടിയിട്ടിരിക്കരുത് കേട്ടോ. ജസ്റ്റ് വെള്ളം ഇപ്പം തന്നെ ഞാൻ ഇട്ട് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അത് ഭയങ്കരമായിട്ട് ഡ്രൈ ആയതുപോലെ ഫീൽ ചെയ്ത് ഞാനപ്പം കുറച്ച് വെള്ളം തൊട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം കൂടി എടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി നനവ് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അങ്ങനെ വേണമെങ്കിലും ചെയ്യാമേ. പിന്നെ നമ്മൾ ഹെയറിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് വേറെ സിമ്പിളായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനമാണ് നമ്മുടെ ചെമ്പരത്തി താളി. ഇതിലൊന്നും ചേർത്തിട്ടില്ല. അതായത് എഗ്ഗോ പിന്നെ വൈറ്റമിൻ ഇ ഓയിലോ അല്ലെങ്കിൽ നമ്മുടെ കാസ്റ്റർ ഓയിലോ അല്ലെങ്കിൽ നമ്മുടെ വേറെ ഒരു ഇൻഗ്രീഡിയൻറ്റും ഇല്ല. ജസ്റ്റ് നമ്മൾ സാധാ ചെമ്പരത്തി ഇല എടുത്തിട്ട് അത് പൂ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്തെടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കല്ലിൽ വേണമെങ്കിൽ അരച്ചെടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് അരിച്ചെടുക്കാം. അത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഞാൻ പണ്ട് മുതലേ അരിക്കാതെ തന്നെ അങ്ങ് തേക്കും കേട്ടോ. എന്നിട്ട് മുടി ഉണങ്ങുമ്പോൾ കുടഞ്ഞങ്ങ് കളയും. അപ്പോൾ അങ്ങ് പൊക്കോളും. അത്ര കുറച്ച് നേരം ഇരിക്കും. അത് കഴിഞ്ഞ് ഉണങ്ങിയാൽ ഉടൻ അങ്ങ് പോകും കേട്ടോ. ഇല്ല, നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരിച്ചെടുക്കാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം. നമ്മുടെ ഈ പാക്കൊക്കെ എന്തെങ്കിലും ഹെയർ പാക്കൊക്കെ ഇടൂലേ, അപ്പോൾ എന്തെങ്കിലും കുറച്ച് പോകാതിരുന്ന് നമുക്കത് ഇച്ചിങ്ങൊക്കെ വീണ്ടും ഉണ്ടാവും. നമ്മൾ ഇടുന്നത് ഇരട്ടിപ്പണിയാവും കേട്ടോ. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് തലയിൽ കുറച്ച് വെള്ളത്തിൽ അത് കഴുകി കളയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അത് മറന്നു പോകരുതേ. ഞാനിത് സ്കാൽപ്പിൻ്റെ എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കുന്നുണ്ട്. സ്കാൽപ്പ് ഓരോന്നായിട്ട് നമ്മൾ വകുപ്പെടുക്കുന്ന പോലെ എടുത്തിട്ട് ഓരോ ഭാഗത്തായിട്ട് നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആദ്യം നമ്മുടെ സ്കാൽപ്പ് ഏരിയാസിൽ തേക്കുക, ശേഷം നമ്മുടെ താഴോട്ട് വരിക, സ്ട്രാൻഡ്സിലോട്ട് വരിക. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ചെമ്പരത്തി താളി എന്ന് പറയുന്നത് നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് ക്ലീൻ ആക്കി വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇപ്പോൾ താരനൊക്കെ ഉള്ളവരാണെങ്കിൽ അടുപ്പിച്ചൊരു 3-4 തവണ നമ്മളിത് യൂസ് ചെയ്ത് അടിപൊളിയായിട്ട് നല്ല റിസൾട്ട് നമ്മുടെ സ്കാൽപ്പ് ക്ലീൻ ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുകയും താരൻ പോകാൻ വേണ്ടിയിട്ട് ഇതിന് മുമ്പ് ഞാൻ റെമഡി ഇട്ടിട്ടുണ്ട്. അത് അടിപൊളിയാണ്. ഒറ്റ തവണ ചെയ്താൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും. പിന്നെ ഇത്
ഇത് നമ്മുടെ ഹെയർ നല്ല മോയ്സ്ചർ ആക്കി വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും, മോയ്സ്ചർ കണ്ടൻറ്റ് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതും അടിപൊളിയാണ്. പിന്നെ ചില ആൾക്കാരുടെ ഹെയറിൽ ഭയങ്കര ഇച്ചിങ് ആയിരിക്കും. ഈ താളിക്ക് അതിൻ്റെ ഒരു വലിയൊരു ഗുണമുണ്ട്. ഈ താളി നമ്മുടെ ഇച്ചിങ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നാച്ചുറൽ സംഭവമാണിത്, നാച്ചുറൽ കണ്ടീഷണറാണ് കേട്ടോ ഇതെന്ന് പറയണത്. പിന്നെ ഞാൻ ആഫ്റ്റർ വാഷ് ചെയ്യുന്നു, ജസ്റ്റ് മുടി ഉള്ളതേ ഉള്ളൂ കേട്ടോ. എനിക്ക് നല്ല റിസൾട്ട്, നല്ല സോഫ്റ്റ് ആയതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് താളി തേച്ച് കുളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. കഴിഞ്ഞ വീഡിയോ കാണാത്തവർ എന്തായാലും കണ്ടു നോക്കൂ. നമ്മുടെ താരൻ പോകാനുള്ള റെമഡീസ് ഇട്ടിട്ടുണ്ട്, അത് അടിപൊളിയാണ്. ഒറ്റത്തവണ ഈ പറഞ്ഞതുപോലെ നമ്മൾ യൂസ് ചെയ്താൽ തന്നെ നല്ല റിസൾട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നല്ല കണ്ടൻറ്റുമായിട്ട് കാണാം. ലവ് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ലാസ്റ്റ് വരെ കണ്ട എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുകയല്ലേ. ബൈ.